സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യേശുവിനെ കുറിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അവന് പിറക്കുവാൻ ഒരു സ്ഥലം ലഭിക്കാതെ വന്നപ്പോൾ കാലിത്തൊഴുത്തിൽ പിറക്കുവാൻ ഇടയായവനാണ് യേശുക്രിസ്തു. അവൻ രാജകൊട്ടാരത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ കഷ്ടങ്ങൾ അവൻ എങ്ങനെ മനസ്സിലാക്കും? രാജകൊട്ടാരത്തിൽ ജനിച്ചവർക്ക്, സകല സുഖ സൗകര്യങ്ങളുമായി വളർന്നവർക്ക് സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? ദൈവത്തിന് അറിയാം. അതുകൊണ്ടൊരു ധനവാനായിട്ടല്ല അവൻ ജനിച്ചു വന്നത്. രാജാവായിട്ട് ജനിക്കുമെന്ന് വിചാരിച്ചു. ജനം അവനെ കാത്തിരുന്നു. എന്നാൽ ഹെരോദാവിന്റെ രാജകൊട്ടാരത്തിൽ അവൻ പിറന്നില്ല. എല്ലാവരെയും മനസ്സിലാക്കുന്നതിനു വേണ്ടി, എല്ലാവരെയും കഷ്ടതകൾ അറിയുന്നതിനു വേണ്ടി ഒരു സാധാരണക്കാരന്റെ ഭവനത്തിലാണ് അവൻ ജനിച്ചത്. അവന് ജനിക്കുവാൻ സ്ഥലം ലഭിക്കാതെ അവസാനം കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലാണ് അവൻ ജനിക്കേണ്ടി വന്നത്. സമ്പന്നനായ ദൈവത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? അവന്റെ മഹിമ എന്താണ്? എന്നാൽ ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നപ്പോൾ അവന്റെ അവസ്ഥ എന്തായിത്തീർന്നു? അവൻ ജീവിച്ചിരുന്ന സ്ഥലം ഏതാണ്? ഞാൻ യെരൂശലേം കാണുവാൻ പോയിട്ടുണ്ട്. യേശുക്രിസ്തു അന്നത്തെ കാലത്ത് കാൽനടയായിട്ട് പോയിട്ടാണ് സുവിശേഷം അറിയിക്കാനിടയായത്. ഇന്നത്തെ പോലെ കാറുകളോ മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. കാൽനടയായിട്ടാണ് അവൻ യാത്ര ചെയ്തത്. നശിച്ചു പോകുന്നവരെ തിരിഞ്ഞ് രക്ഷിപ്പാൻ ഞാൻ വന്നുവെന്നവൻ പറഞ്ഞു. പാപത്താൽ നശിച്ചു പോകുന്നതായ ആളുകളെ, ദൈവമേ, ഞാനൊരു വ്യഭിചാരിയാണ്, എന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു, എന്റെ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു, എന്റെ ജീവിതം നാശമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ പാദങ്ങളിൽ വീണ് കരയുമ്പോൾ, അവന്റെ പാദങ്ങൾ കണ്ണുനീർ കൊണ്ട് കഴുകുമ്പോൾ, അത് കണ്ട പരീശൻ പറഞ്ഞു, ചീ, പാപിനിയായ നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് അവളെ നിന്ദിച്ചു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോകൂ, നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ നിരാശയോടെ ജീവിക്കേണ്ടതായ കാര്യമില്ല, നിന്റെ പാപത്തിൽ തന്നെ മുൻപോട്ട് പോകേണ്ട കാര്യമില്ല, ഇന്നു മുതൽ എന്റെ സാക്ഷിയായി ജീവിക്കാൻ പറഞ്ഞ് അയച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്നു. എന്താണ് വ്യഭിചാരം ചെയ്യുന്ന ആളുകളെ നിന്ദിക്കുകയല്ലാതെ നാം ഏതവസ്ഥയിലാണ് അവർ വ്യഭിചാരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്ന കാര്യം നാം ഓർക്കാറുണ്ടോ? വിശപ്പകറ്റുന്നതിന് വേണ്ടി ശരീരം വിൽക്കുന്നതായ എത്രയോ ആളുകൾ നമ്മുടെ ഭാരതത്തിൽ ഇന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്നെ ആരും നോക്കുന്നില്ല, എന്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു, എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയിരിക്കുന്നു, കഴിക്കുവാൻ ആഹാരം എനിക്കില്ല, എനിക്കെന്തു ചെയ്യാൻ കഴിയും? എന്റെ വിശപ്പകറ്റാൻ വേണ്ടി എന്റെ ശരീരത്തെ വിൽക്കുകയാണ്, എനിക്ക് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ കൂടെ ഞാൻ കടന്നു പോകുന്നുവെങ്കിലും എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്, ഞാൻ വളരെ ദുഃഖത്തിലാണ്, ജീവിതത്തിൽ വളരെ ദുരിതമാണ്. അങ്ങനെ വ്യഭിചാരികളുടെ ജീവിതത്തെ അനുഭവിക്കുന്നതായ വേദനകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയില്ല, എന്നാൽ യേശുക്രിസ്തുവിന് നന്നായിട്ട് അറിയാം. അവൻ വന്നു, പാപികൾക്ക് വേണ്ടിയാണ് അവൻ വന്നത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിങ്ങളെക്കാൾ മുൻപിൽ സ്വർഗത്തിൽ കടക്കുന്നത് വേശ്യകളും ചുങ്കക്കാരുമായിരിക്കുമെന്ന്. മുടിക്ക് പിടിച്ച് വലിച്ചിഴിച്ചു കൊണ്ടുവന്നു. ഇവൾ വ്യഭിചാരം ചെയ്തപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് വചനം പറയുന്നു, മോശയുടെ ന്യായപ്രമാണം പറയുന്നു, നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ കല്ലെറിഞ്ഞു കൊല്ലുവാനാണോ പറഞ്ഞത്, അതോ അവളെ വിടുക എന്ന് പറഞ്ഞോ? എന്താണ്? ഇവൾ വ്യഭിചാരം ചെയ്തപ്പോൾ പിടിക്കപ്പെട്ടവളാണ്. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, ഒരു പുരുഷനും സ്ത്രീയും വ്യഭിചാരം ചെയ്യുമ്പോൾ പിടിക്കപ്പെടുമ്പോൾ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുവരേണ്ടതാണ്, രണ്ടുപേരെയും കല്ലെറിയേണ്ടതാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു, എന്നാൽ ആ പുരുഷൻ എവിടെ? ആ വ്യക്തിയോടെ അവനെ എന്തുകൊണ്ട് പിടിച്ചില്ല? അതാണ് നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. പുരുഷന് എന്തൊക്കെ പാപം വേണേലും ചെയ്തു നടക്കാം, സ്ത്രീകൾ മാത്രം വിശുദ്ധിയോടുകൂടി പവിത്രതയോടുകൂടി ജീവിക്കണം. എനിക്കെന്തു കാര്യം വേണമെങ്കിലും ചെയ്യാം, നീ മറ്റുള്ളവരെ നോക്കുവാൻ പോലും പാടില്ല. എന്തൊരു നിയമമാണിത്! ദൈവം നോക്കുമ്പോൾ നീ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നീ പാപം ചെയ്താൽ പാപി തന്നെയാണ്, വ്യഭിചാരം ചെയ്താൽ വ്യഭിചാരി തന്നെയാണ്. അവളെ നോക്കി എന്താണ് പറഞ്ഞത്? നീ എന്തുകൊണ്ട് ഇങ്ങനത്തെ പാപം ചെയ്തു? മേലാൽ ഇങ്ങനത്തെ കാര്യം ചെയ്ത് നീ ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞോ? യേശു എന്താണ് പറഞ്ഞത്? അവൾ തകർന്നിരിക്കുകയാണ്, എന്റെ ജീവിതം തകർന്നിരിക്കുന്നു, എനിക്ക് വളരെ പശ്ചാത്താപമുണ്ട്, എന്റെ ജീവിതത്തിൽ വ്യഭിചാരം ചെയ്യുന്നത് കൊണ്ട് ഒരു സമാധാനവുമില്ല, ഞാൻ ഗതിയില്ലാത്തവളാണ്, ആരുമില്ലാത്തവളാണ്, ഞാൻ ദൗർഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവളോട് കർത്താവ് പറഞ്ഞ, സ്ത്രീയെ, ആരും നിന്നെ ശിക്ഷിച്ചില്ലേ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനിയും നീ പോയിട്ട് പാപം ചെയ്യരുത്, കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കൂ, പാപികളെ തിരിഞ്ഞ് രക്ഷിപ്പാനാണ് ഞാൻ വന്നതെന്നവൻ പറഞ്ഞു.
യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു കുഷ്ഠരോഗി വരാനിടയായി. ഗുരു, ആ കാലത്ത് കുഷ്ഠരോഗികൾ ആരുടെ അടുക്കൽ വരുവാൻ പാടില്ല. അവർ ദേശത്തിന് പുറത്ത് താമസിക്കണം. അവർ എപ്പോഴെങ്കിലും ദേശത്തേക്ക് വരുവാനിടയായാൽ അവർ വരുന്ന സമയത്ത് ഞാൻ അശുദ്ധനാണെന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് വരേണ്ടത്. അവനങ്ങനെ നിലവിളിച്ചു വരുമ്പോൾ എല്ലാവരും വഴിമാറിപ്പോകാനിടയാകും. അവനെ ആരും നോക്കുക പോലുമില്ല. അത്രമാത്രം അവർ തള്ളപ്പെട്ടവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ വളരെ ഒറ്റപ്പെടൽ അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. എപ്പോഴും മനസ്സിൽ വേദന വഹിക്കുന്ന ആളുകളായിരുന്നു. രോഗത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ നിന്ദയും അപമാനവുമായിരുന്നു അവരെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗി ഒരു ദിവസം യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം നൽകാമോ? നീ ചെയ്ത പാപം കാരണമാണ് നിനക്ക് കുഷ്ഠരോഗം വന്നത്. പിന്നെ നിനക്ക് സൗഖ്യം വേണമോ? നീ പോയി ചാകൂ എന്ന് പറഞ്ഞോ? ഇല്ല. ഭർത്താവിന് കുഷ്ഠരോഗമാണെന്നറിഞ്ഞാൽ സ്വന്തം ഭാര്യ പോലും വിട്ടിട്ട് പോകും. ഭർത്താവിന്റെ ശരീരം തളർന്നപ്പോൾ വിട്ടിട്ട് പോയ ഭാര്യമാരെ കാണാം. എത്ര ഭയങ്കരമായ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നടുവിലുള്ളത്. യേശുക്രിസ്തുവിന്റെ സ്നേഹം നോക്കൂ. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക. 1 കോടി രൂപ കൊടുത്താലും ഇത്രയുമുള്ള ഒരു സന്തോഷം അവന് ലഭിക്കുമോ? 1 കോടി രൂപയാണോ പ്രധാനം? കുഷ്ഠരോഗമാണോ വലുത്? എന്താണ്? നിനക്ക് കുഷ്ഠരോഗവും പട്ടുസാരിയും വേണോ? അല്ലെങ്കിൽ സാധാരണ ഒരു സാരിയും നല്ല ആരോഗ്യവും വേണമോ? എന്താണ് നിനക്ക് വേണ്ടത്? എന്താണ്? പറയൂ. ഈ കാലത്തെ മനുഷ്യർ പാപത്തിന്റെ കുഷ്ഠത്താൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവ് നിനക്ക് സൗഖ്യം നൽകുവാൻ വേണ്ടിയാണ് വന്നത്. ഒരു അന്ധൻ വന്നിട്ട് പറഞ്ഞു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നേണമേ. ശിഷ്യന്മാർ പറഞ്ഞു, അവൻ വലിയ പ്രവാചകനാണ്, അവൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. നിനക്ക് വേണ്ടി ഇവിടെ നിൽക്കാൻ കഴിയില്ല, നീ മാറിപ്പോകൂ. നീ ഭിക്ഷക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിനക്ക് വേണ്ടി വലിയവനായ യേശു നിൽക്കണമോ? അവനെ കാണുവാൻ തന്നെ ആളുകൾ തിരക്ക് കൂട്ടി നടന്നിട്ട് അവർക്ക് പോലും കാണാൻ സാധിക്കുന്നില്ല. പിന്നെയാണോ നിന്റെ കാര്യം? നീ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഏറെ ഉച്ചത്തിൽ നിലവിളിക്കുവാനിടയായി, ദാവീദ് പുത്രാ. അപ്പോൾ യേശുക്രിസ്തു നിന്നിട്ട് അവനോട് തിരിഞ്ഞു ചോദിച്ചു, നിനക്കെന്ത് വേണം മകനെ? അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ കാണണമെന്ന്. കണ്ണു തരാൻ വേണ്ടിയല്ല പറഞ്ഞു. എന്താണ് ചോദിച്ചത്? എനിക്ക് നിന്നെ കാണണം. യേശു അവന്റെ കണ്ണിന്മേൽ സ്പർശിച്ചപ്പോൾ തന്നെ അവന് കാഴ്ച ലഭിച്ചു. അവൻ കർത്താവിന്റെ പാദത്തിൽ വീണ് സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്തു. നശിച്ചു പോകുന്നവരെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നതിനാണ്. പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരെ രക്ഷിക്കാനാണ്. അനേകം മനുഷ്യരെ ഈ കാലത്ത് ദുരാത്മാവ് ബന്ധിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് വലിയ ഭൂതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭൂതം ബാധിച്ച ആളുകൾ ഉച്ചത്തിൽ നിലവിളിക്കുകയും അതുപോലെ ഒച്ചവയ്ക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. ആഹാരം കഴിക്കുകയില്ലായിരുന്നു. വീട് മുഴുവൻ വലിച്ചു വാരിയിട്ട് വീട്ടിലെ ഫോട്ടോസ് എല്ലാം വലിച്ചു വാരി കളയുമായിരുന്നു. ഉച്ചത്തിൽ നിലവിളിക്കുമായിരുന്നു. എല്ലാവരെയും ഭയപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഗദരദേശത്തുള്ള ഭൂതബാധിസ്ഥനായ ആ വ്യക്തിയെ ആർക്കും അടക്കുവാൻ കഴിഞ്ഞില്ല. ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടുവന്ന് ബന്ധിച്ചപ്പോൾ അത് പൊട്ടിച്ചിട്ട് പോയ വ്യക്തിയായിരുന്നു. കല്ലെടുത്തിട്ട് തൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുമായിരുന്നു. അവൻ നഗ്നനായി കല്ലറയിൽ താമസിക്കുകയായിരുന്നു. സ്വന്തം മാതാപിതാക്കൾ പോലും അവനെ ഇവന്റെ അസുഖം കാരണം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, തള്ളിക്കളഞ്ഞു. എല്ലാവരാലും നിന്ദിക്കപ്പെട്ടു. കർത്താവ് അന്വേഷിച്ചു വന്നവനാണ്. അവൻ തോണി ഇറങ്ങിയിട്ട് ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി മാത്രം വരുവാനിടയായി. ഗലീലിയ സമുദ്രത്തിൽ ആ വശത്തു നിന്നും ഈ വശത്തേക്ക് യാത്ര ചെയ്ത്, ഗലീല സമുദ്രത്തിന് ചുറ്റും പ്രദേശങ്ങളുണ്ട്. ഒരു വശത്ത് ഗന്നേസരത്ത്, മറുവശത്ത് ബെത്സൈദ. അതുപോലെ 5 അപ്പവും 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ചതായ പർവ്വതം ഒരു വശത്തുണ്ട്. അങ്ങനെ ഗലീലിയ സമുദ്രത്തിന്റെ നടുവിൽ കൂടി ഒരു ചെറിയ തോണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തവനായിരുന്നു കർത്താവ്. ഒരുവൻ ഭൂതം ബാധിച്ച് ആ ദേശത്ത് താമസിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കർത്താവ് അവിടേക്ക് ചെന്നു. അപ്പോൾ അവൻ ഓടി വന്നു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട്. നമുക്ക് ആ വിഷയം അറിയില്ല. കൂടെയുള്ള ശിഷ്യന്മാർ പോലും ഗുരോ 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 എന്നാണ് വിളിക്കുന്നത്. എന്നാൽ പിശാചിന് നല്ലവണ്ണം അറിയാം, യേശു ആരാണെന്ന് നന്നായിട്ടറിയാം. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്താണെന്ന് ചോദിച്ചു. യേശു ചോദിച്ചു, നിന്റെ പേരെന്താണ്? സേന എന്ന് പറഞ്ഞു. ഭൂതങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു അത്. ആ വ്യക്തിയെ ബാധിച്ചിട്ട് അവന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്രയോ ആളുകളുടെ ജീവിതത്തിൽ നിനക്ക് ജയിക്കുവാൻ കഴിയാത്തതിൻ്റെ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ കാരണം പിശാചിന്റെ സ്വാധീനം നിന്നിലുള്ളത് കൊണ്ടാണ്. വ്യഭിചാരത്തിന്റെ പാപത്തിൽ അകപ്പെട്ടു പോയ ആളുകൾ, ശരീരത്തെ നശിപ്പിക്കുന്നതായ ആളുകൾ, ആരോഗ്യത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇന്ന് പുതിയ രീതിയിലുള്ളതായ ഭൂതങ്ങൾ വന്നിരിക്കുന്നു. ഈ സെൽഫോൺ വലിയൊരു ഭൂതമാണ്.
നീ അതിനെ കൺട്രോൾ ചെയ്യുകയാണോ അതോ അതിനെ പൂജിച്ചുകൊണ്ട് നടക്കുകയാണോ എനിക്കറിയില്ല. നിന്റെ മനസ്സ് നിരാശ കൊണ്ടുവരുന്നു, നിന്റെ ബ്രെയിനെ അത് ക്ഷീണിപ്പിക്കുന്നു. ജാഗ്രത, എപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബ്രെയിൻ ക്യാൻസർ വരുമെന്നാണ്. ആ റേഡിയേഷൻ കാരണമായിട്ട് ഹാർട്ട് ബീറ്റിന് പോലും മാറ്റമുണ്ടാകുന്നു. അതുകൊണ്ടാണ് 25-30 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ദൈവം പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ പാപത്തെ രുചിച്ചു നോക്കുവാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്നു. പാപം ഇപ്പോൾ മനുഷ്യന്റെ കയ്യിൽ തന്നെയുണ്ട്. സെൽഫോണിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിലെ ചിത്രങ്ങളും വീഡിയോകളും മറ്റും കണ്ടുകൊണ്ട്, അനാവശ്യമായ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ മനസ്സിനെ നീ നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് നല്ലവണ്ണം ഉറക്കം വരാത്തത്. രാത്രി വൈകുമ്പോളം നീ ഫോൺ നോക്കിയിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ പിന്നെ നിനക്ക് ഉറക്കം വരികയില്ലെന്നാണ്. നിന്റെ ബ്രെയിൻ ചൂടാകുവാനിടയാകും, നിനക്ക് പിന്നെ ഉറക്കം ഉണ്ടാവുകയേ ഇല്ല എന്ന്. നിനക്കതിനെ ജയിക്കുവാൻ കഴിയില്ല എങ്കിൽ, അതിനെ കീഴടക്കാൻ കഴിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നിലൊരു ഭൂതത്തിൻ്റെ ബാധയുണ്ടെന്നാണ്. കർത്താവേ എന്നെ വിടുവിക്കണമേ എന്ന് ചോദിച്ചാൽ ഈ ദിവസം കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. നശിച്ചു പോകുന്നവരെ തിരഞ്ഞ് രക്ഷിപ്പാൻ വന്നതായ കർത്താവ് ഇന്ന് ജഡശരീരത്തിൽ ഭൂമിയിലായിരിക്കുന്നില്ല. എന്നാൽ അവൻ സകല മനുഷ്യരെയും പാപത്തിനു വേണ്ടി പരിഹാരം ചെയ്തു. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരുടെ പാപമാണ്? നിന്റെ പാപം, എന്റെ പാപം, ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും പാപം. അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും ഉള്ളതായ സകല മനുഷ്യരുടെയും പാപത്തിന് വേണ്ടി ഒരേയൊരു യാഗമായിട്ട് തന്റെ പ്രാണനെ കൊടുത്തു. ദരിദ്രരായിരുന്ന നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി അവൻ നമ്മുടെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് സമ്പന്നനായിരുന്നതായ കർത്താവ് തന്റെ മഹത്വം നമുക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങളെ വഹിച്ച്, ദാരിദ്ര്യം വഹിച്ച് നമ്മെ സമ്പന്നരാക്കുവാൻ ഈ താണലോകത്തിലേക്ക് അവൻ ഇറങ്ങി വരുവാനിടയായി. നീ യേശുവിനെ ഒരു നിസ്സാരനായി കാണുന്നുണ്ടാവാം. നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയ കർത്താവാണവൻ. സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് ക്രൂശിൽ കയറാനിടയായി. സിംഹാസനസ്ഥനായ കർത്താവ്, ഒറ്റ വാക്കുകൊണ്ട് സമസ്തവും സൃഷ്ടിച്ചവൻ, ഒറ്റ വാക്കിനാൽ കടലിനെ ശാന്തമാക്കിയ കർത്താവ്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതെയിരുന്നു. എന്നെയും നിന്നെയും വിടുവിക്കുന്നതിന് വേണ്ടി അവൻ സഹിച്ചു. ഇത് നീ തിരിച്ചറിയുന്നുവെങ്കിൽ നീ ഭാഗ്യവാനാണ്. ഇത് നീ വിശ്വസിക്കുന്ന ദിവസം നീ രക്ഷിക്കപ്പെടും. നിന്റെ ദാരിദ്ര്യം പോകണമെന്നുണ്ടെങ്കിൽ, നിന്റെ ദാരിദ്ര്യം ഏറ്റെടുത്ത കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിൽ വിടുതൽ നൽകാനിടയാകും. ദൈവവചനം പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. നാം മരിക്കേണ്ടതായ ഇടത്ത് അവൻ മരിക്കുവാനിടയായി. യേശുവിനെ എന്തുകൊണ്ടാണ് അവർ ഉപദ്രവിക്കാനിടയായത്? ഥൂ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് മുഖത്ത് ആഞ്ഞു തുപ്പിയത്? നിന്റെ മുഖത്ത് വീഴേണ്ടതായ തുപ്പൽ അവന്റെ മുഖത്ത് വീഴാനിടയായി. എന്തുകൊണ്ട് അവനെ കുന്തം കൊണ്ട് കുത്തി? നിന്റെ മേൽ വീഴേണ്ടതായ കുത്തൽ അവന്റെ മേൽ വരാനിടയായി. എന്തുകൊണ്ടാണ് അവനെ ഒന്നുകുറയെ 40 തവണ അടിച്ചിട്ട് അവന്റെ ശരീരം മുഴുവൻ ഭൂമി വിണ്ട് കീറുന്നത് പോലെ മാറ്റിയത്? നിന്റെ ജീവിതത്തിൽ വരേണ്ടതായ തെറ്റിന്റെ ശിക്ഷ അവൻ വഹിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് ആ മലമുകളിലേക്ക് അവൻ കയറിപ്പോയത്? നമുക്ക് പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ശാശ്വതമായ വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ക്രൂശ് ചുമക്കുവാനിടയായത്. എന്തുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ചു? ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് മരിച്ചു പോകണം? ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് മരിക്കണം? നിസ്സഹായ സ്ഥിതിയിൽ എന്തുകൊണ്ടായിരുന്നു? അവനെ നോക്കിയ ആളുകൾ പരിഹസിച്ചുകൊണ്ട്, നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞ സമയത്ത് അവൻ ഇറങ്ങി വന്നില്ല. കാരണം എന്താണ്? ഇറങ്ങി വരികയാണെങ്കിൽ ഈ ദിവസം മാനവജാതിക്ക് രക്ഷ ലഭിക്കില്ലായിരുന്നു, നരകത്തിലേക്ക് പോകേണ്ടി വന്നേനേ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ന് നീ സുഖത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നീ ചെയ്യുന്ന പാപത്തിന് തക്കതായ ശിക്ഷ അപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ വരുന്നില്ല എങ്കിൽ, നിന്റെ പാപത്തിനും ശാപത്തിനും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതായ കർത്താവ് മുഖാന്തരമായിട്ട് ദൈവം നിന്നോട് ക്ഷമിക്കുകയാണ്. നിന്റെ ദുഃഖം അവനറിയാം. നിന്റെ പാപത്തിന്റെ പരിഹാരമായ ശിക്ഷ അവൻ വഹിച്ചതുകൊണ്ട് നിന്നോട് ക്ഷമിക്കുവാൻ അവൻ മതിയായ ദൈവമാകുന്നു. നിന്റെ സ്ഥാനത്ത് നിനക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. നീ ഇനി മരിക്കേണ്ട കാര്യമില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. അപ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾ മരിക്കില്ലെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്?
ഈ ലോകത്തിൽ വെച്ച് നമ്മൾ യേശുവിനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും മരിക്കേണ്ടവരാണ്. ഒരു തവണയായി നാം മരിക്കേണ്ടതാണ്. അതിനുശേഷം ന്യായവിധിയുണ്ട്. ഈ ലോകത്തിൽ നീ ആയിരുന്നപ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവാൻ നീ സ്വീകരിച്ചില്ല എങ്കിൽ, ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ട് നിന്നെ അനുഗ്രഹീതനാക്കി മാറ്റുവാൻ, നിന്നെ ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുവാൻ, നിന്നെ വിശുദ്ധ ജനമാക്കിയിട്ട് മാറ്റുന്നതിന്, നിന്നെ രാജപുരോഹിത വർഗമാക്കി മാറ്റുവാൻ, ദൈവത്തിന്റെ സ്വന്തം ജനമാക്കി മാറ്റുവാൻ രക്തം നൽകി നിന്നെ വിടുവിച്ചിട്ട് നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ഊറ്റിക്കൊടുത്തതായ യേശുവിനെ നീ തള്ളിക്കളഞ്ഞാൽ ഭയങ്കരമായ ന്യായവിധിയായിരിക്കും. നീ അവനെ സ്വീകരിച്ചാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഗ്രഹമായിരിക്കും അത്. നിനക്കെന്തെല്ലാം രോഗമുണ്ടായാലും, നീ എത്ര വലിയ പാപിയാണെങ്കിലും, ഏതവസ്ഥയിലായിരിക്കുന്നവനാണെങ്കിലും, ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നീ തിരിച്ചറിഞ്ഞാൽ, നിനക്ക് വേണ്ടി നിന്റെ സ്ഥാനത്ത് കർത്താവ് മരിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവതിയാണ്. ഈ ലോകത്തിലും സ്വർഗലോകത്തിലും ദൈവിക അനുഗ്രഹങ്ങൾ നീ പ്രാപിക്കും. എന്നാൽ ഇന്നുള്ളതായ മനുഷ്യർ എനിക്കെല്ലാം വേണം, എന്നാൽ യേശു കർത്താവ് എനിക്ക് വേണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? പിശാചിന്റെ കപട വാക്കുകൾ കേട്ട് ആരെ വിഴുങ്ങണ്ടു എന്ന് പറഞ്ഞ സിംഹം പോലെ ഗർജിച്ചു നടക്കുന്ന പിശാചിന് ഇടം കൊടുത്ത്, അല്പകാലമായ പാപസുഖങ്ങൾക്ക് ഇടം കൊടുത്ത്, നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയ കർത്താവിനെ തള്ളിക്കളഞ്ഞ് നിന്റെ കുഴി നീ തന്നെ കുഴിക്കുകയാണ്. നിന്റെ ഭാവിയെ നീ തന്നെ തകർത്തു കളയുകയാണ്. നിന്റെ വഴി നീ സ്വന്തമായി തിരഞ്ഞെടുത്തിട്ട് നരകത്തിലേക്ക് പോവുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച്, ഇത്ര സർവശക്തനായ കർത്താവ് എനിക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു, എനിക്ക് വേണ്ടി അവൻ ജീവൻ തന്നിരിക്കുകയാണ്, അവൻ എൻ്റെ കർത്താവും രക്ഷകനുമാണെന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ, അയ്യോ നിനക്ക് കഷ്ടമാണ്. ഈ ദിവസം യേശു നമ്മെ കാണുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്. നിങ്ങൾ സാക്ഷ്യത്തിലൂടെ സങ്കടങ്ങൾ ഇവിടെ വന്ന് പറയും, എന്നാൽ യേശുവിനോട് പറയാതെ തന്നെ അവനറിയാം. നിന്റെ സങ്കടങ്ങൾ അവന് അറിയാം, നിന്റെ ദുഃഖം എന്താണെന്ന് അവന് അറിയാം. നിന്റെ ദുഃഖം അവന് അറിയാം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവന് അറിയാം. നാം സങ്കടപ്പെടുന്നത് അവന് ഇഷ്ടമല്ല. നമുക്ക് രോഗം വരുന്നത് അവന് ഇഷ്ടമല്ല. നീ കടഭാരത്താലും ദുഃഖത്തിലുമായിരിക്കുന്നത് അവന് ഇഷ്ടമല്ല. എന്തിനാണ് നിന്റെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലവും? എന്തുകൊണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമില്ല? ഇത്രയും നാൾ നീ ജീവിച്ചിട്ട് എന്താണ് നേടിയത്? നിന്നെ തന്നെ നീ വെറുക്കുന്നതിന് പകരമായിട്ട് ഈ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിഞ്ഞാൽ, നിനക്കെപ്പോഴോ വിടുതൽ ലഭിച്ചിരിക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞാൽ, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിക്കുവാനിടയായി, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കായി അവൻ്റെ പ്രാണൻ അവൻ കൊടുത്തു, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ എനിക്കായി മരിച്ചു എന്നത് നീ വിശ്വസിച്ചാൽ നീ ഭാഗ്യവാനാണ്. നിനക്ക് ക്ഷമ ലഭിക്കും, നിനക്ക് സൗഖ്യം ലഭിക്കും, നിന്റെ മേലുള്ള എല്ലാ ശാപവും അടിഞ്ഞു പോകും. എന്നെ പോലെയുള്ള പാസ്റ്റർമാർ എത്രമാത്രം പ്രാർത്ഥിച്ചാലും നീ അനുതപിക്കുന്നില്ല എങ്കിൽ, നീ യേശുവിനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിനക്ക് ശാശ്വതമായ വിടുതൽ ലഭിക്കില്ല. നീ രക്ഷിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ നിത്യ നരകത്തിലേക്ക് നീ പോകേണ്ടി വരും. ഈ മീറ്റിംഗ് രസത്തിന് വേണ്ടിയുള്ളതല്ല, ആർഭാടങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന ആരും നരകത്തിൽ പോകാൻ പാടില്ല. ആ ഭാരത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്നോട് ആരും പറഞ്ഞു തന്നില്ല. യേശു സ്നേഹിക്കുന്ന ദൈവമാണെന്ന് എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ നാളെ ഒരു ദിവസം ആ ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് ഇപ്പോൾ വിവരിക്കുകയാണ്. ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന യേശുവല്ലാതെ മറ്റാരുമില്ല. പെറ്റ തള്ള നിന്നെ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞ കർത്താവ്, അവൻ ഇന്ന് നിന്റെ സങ്കടത്തെ കാണുന്നുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നു, മക്കളില്ലാതെ ദുഃഖിക്കുന്നു, കടഭാരത്തിൽ നിരാശപ്പെടുന്നു, ശരീരത്തിൽ രോഗത്തിന് സൗഖ്യമില്ലാതെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ, കുടുംബത്തിൽ ഐക്യതയില്ലാതെ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു. നിന്നെ കർത്താവ് കാണുന്നുണ്ട്, നിന്നെ അവൻ കാണുന്നുണ്ട്. ഞാൻ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല വന്നത്,
ഞാൻ മനുഷ്യനെ തള്ളിക്കളയാനല്ല വന്നത്, മനുഷ്യനോട് ക്ഷമിക്കാനാണ് വന്നതെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് നിന്നെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ മുടിയനായ പുത്രൻ ദരിദ്രനായി തീരുവാനിടയായി. ധനവാന്റെ ഭവനത്തിലെ മകൻ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. അവൻ വേശ്യകളുടെ അടുക്കിലേക്ക് പോയി. അനേകം കൂട്ടുകാർ അവൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലെ പണമെല്ലാം ചിലവായപ്പോൾ, അവൻ്റെ കയ്യിലൊന്നുമില്ലാതായപ്പോൾ എല്ലാവരും അവനെ വിട്ടുപോയി. കഴിക്കുവാൻ ആഹാരമില്ലാതെ പന്നികൾക്ക് കൊടുക്കുന്ന തീറ്റ തിന്നേണ്ടി വന്നു. അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, എന്നെ സ്നേഹിക്കുന്ന പിതാവിനെ തള്ളിക്കളഞ്ഞു വന്നെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് അവൻ തിരികെ പോകാനിടയായി. നീ എന്തിനാടാ വന്നത്, നീ ഇറങ്ങിപ്പോടാ എന്നവനോട് പറഞ്ഞില്ല. അവൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ഓടിച്ചെന്നിട്ട് അവനെ ആലിംഗനം ചെയ്യുവാനിടയായി. ഇവൻ എൻ്റെ മകനായിരുന്നു, വഴിതെറ്റിപ്പോയി, ഇപ്പോൾ തിരികെ വന്നു. മരിച്ചു പോയിരുന്നു, ഇപ്പോൾ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് നല്ല വസ്ത്രം കൊടുത്തു, മോതിരം കൊടുത്തു, ചെരുപ്പ് കൊടുത്തു. സന്തോഷത്തോടു കൂടി വിരുന്ന് ഒരുക്കുവാനിടയായി. അങ്ങനെ പിതാവ് സന്തോഷിച്ചതുപോലെ ഇന്ന് രാത്രി ആരെങ്കിലും ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചത് കാരണമായിട്ട് എൻ്റെ ജീവിതത്തിൽ നാശമുണ്ടായി, കടഭാരമുണ്ടായി, എനിക്ക് സമാധാനമില്ല, എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല, എൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിക്കുവാൻ ഇടയായി, എൻ്റെ ജീവിതത്തിൽ ദൈവ ഭയമില്ലായിരുന്നു, ഭക്തിയില്ലായിരുന്നു, തോന്നിയതുപോലെ ഞാൻ ജീവിച്ചു, എൻ്റെ വീട്ടിൽ നിറയെ കഷ്ടതയാണ്, ദുഃഖമാണ്, എൻ്റെ യേശുവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നീ പറഞ്ഞാൽ മാത്രം മതി. അവൻ നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്നെ വിടുവിക്കുവാൻ മതിയായവനാണ്. നീതിമാനായ ദൈവം നമ്മുടെ സകല പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചിട്ട് നമ്മെ ശുദ്ധീകരിക്കുവാനിടയാകും. ഇന്ന് നിനക്കൊരവസരം ദൈവം നൽകുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, മനസ്സമാധാനമില്ല എന്നും പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, മദ്യപാനം നിർത്താൻ കഴിയില്ല എന്നും പറയുന്നു. യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു, കടഭാരത്തിലാകുന്നു എന്നും പറയുന്നു. യേശു ക്രിസ്തു എൻ്റെ ദൈവമാണെന്ന് പറയുന്നു, ജീവിതത്തിൽ സമാധാനമില്ല എന്നും പറയുന്നു. കാരണം യേശു ക്രിസ്തുവിനെ നീ നന്നായി അറിയുന്നില്ല, അവൻ്റെ കരുണയെ അറിയുന്നില്ല, അവൻ്റെ ശക്തിയെ അനുഭവിക്കുന്നില്ല, അവൻ്റെ സ്നേഹത്തെ രുചിച്ചു നോക്കുന്നില്ല. ഈ ദിവസം നിനക്ക് വേണ്ടി കരങ്ങൾ നീട്ടി കർത്താവ് നിൽക്കുകയാണ്. മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈ നീട്ടുന്നു. എൻ്റെ മകനെ, നീ എൻ്റെ അരികിലേക്ക് വരിക, എൻ്റെ മകളെ, നീ എൻ്റെ അരികിലേക്ക് വരിക. ഞാൻ നിന്നോട് ക്ഷമിക്കാം, ഞാൻ നിനക്ക് സൗഖ്യം നൽകാം, ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കാം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്താം, ഞാൻ നിന്നെ എന്നോടൊപ്പം വസിക്കുവാൻ ഇടയാക്കും എന്നവൻ വിളിക്കുകയാണ്. യേശുവേ, നിന്റെ തണലിലേക്ക് എന്നെ ചേർക്കണമേ. ഞാൻ അനുതാപത്തോടെ നിന്റെ പാദപീഠത്തിലേക്ക് വരികയാണ്. എൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിച്ചിരിക്കുന്നു, ലക്ഷ്യമില്ലാത്ത ജീവിതം ഞാൻ നയിച്ചു. യഥാർത്ഥമായ ദൈവഭക്തി എന്താണെന്നറിയാതെ ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ്. എന്നോട് ക്ഷമിക്കണമേ എന്ന് നീ ചോദിച്ചാൽ സ്വർഗത്തിൽ ഒരു സന്തോഷമുണ്ടാകാനിടയാകും. സ്വർഗത്തിൽ നിന്ന് കർത്താവ് നോക്കുകയാണ്, എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണല്ലോ, ഞാൻ ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് ഞാൻ രക്ഷ സൗജന്യമായിട്ടാണല്ലോ കൊടുക്കുന്നത്. ഈ ആളുകൾ എന്നെ അനുസരിക്കുന്നില്ല, ഈ ജനം എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല, ഈ ജനം എന്നിൽ വിശ്വസിക്കുന്നില്ല. ആരെങ്കിലും ഒരാളെങ്കിലും എന്നിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കാൽവരിയിലെ യാഗത്തെ തിരിച്ചറിയുമോ, അവരുടെ പാപത്തിനു വേണ്ടി അവർ അനുദപിക്കുമോ എന്ന് അവൻ നോക്കുകയാണ്. കർത്താവേ, പാപിയായ എന്നോട് കരുണ കാട്ടണമേ എന്ന് നീ ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ ദൂതന്മാരുടെ മുൻപിൽ നിൽക്കുന്ന കർത്താവ് സന്തോഷിക്കുവാനിടയാകും. അവൻ രക്തം കൊടുത്തു വാങ്ങിയതാണ് നമ്മെ. പിശാചിന്റെ കെണിയിൽ നിന്ന് നമ്മെ വിടുവിച്ചിരിക്കുകയാണ്. നീ ഇപ്പോഴും പിശാചിന്റെ അരികിൽ തന്നെ നിൽക്കുകയാണ്. അത് നിന്റെ തെറ്റാണ്. യേശു നിനക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, എല്ലാം ചെയ്തിരിക്കുന്നു. നീ സന്തോഷവാനായിട്ടിരിക്കുവാൻ, നീ ആനന്ദത്തോടെ ഇരിക്കുവാൻ, നീ സമ്പന്നനായിരിക്കുവാൻ. സമ്പന്നൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ പണക്കാരൻ എന്നല്ല അർത്ഥം. സമ്പന്നൻ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? എന്റെ ചിന്തയിൽ സമ്പന്നൻ എന്ന് പറയുകയാണെങ്കിൽ അതാത് സമയത്ത് ആവശ്യമുള്ളത് എല്ലാം അവന് ഉണ്ടായിരിക്കുന്നതാണ് സമ്പന്നത. ഓരോന്ന് ആവശ്യമുള്ളതായ സമയത്ത് അപ്പോഴത് ഉണ്ടായിരിക്കുന്നതാണ് സമ്പന്നത. അല്ലാതെ അവിടെ 10 ഏക്കർ വസ്തു, ഇവിടെ 25 ഏക്കർ വസ്തു ഉണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, കഴിക്കുവാൻ ആഹാരമില്ല, ഒരുപാട് സമ്പത്തുണ്ട്, അനുഭവിക്കാൻ ആയുസ്സില്ല, അല്ലെങ്കിൽ ഒരുപാട് കഴിവുകളും മറ്റുമുണ്ട്, എന്നാൽ ആരോഗ്യമില്ല എന്ന് പറയുന്നവനാണോ സമ്പന്നൻ? നിനക്ക് ആവശ്യമുള്ളതൊക്കെയും ആകാശത്തിലെ പറവകളെ പോഷിക്കുന്നവൻ നിന്നെ പോഷിപ്പിക്കില്ലേ? നിനക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകിയ ദൈവം അവനോടൊപ്പം സകലതും നിനക്ക് നൽകാതെയിരിക്കുമോ?
ഈ ദിവസം യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു കുറവുമുണ്ടാകില്ല. യഹോവ എൻ്റെ ഇടയൻ, എൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തും. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. അങ്ങനെ സംതൃപ്തിയുള്ള ജീവിതം ഉണ്ടായിരിക്കും. ഈ ദിവസം ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. എല്ലാം കുറവുകളാണ്, എല്ലാം പ്രശ്നങ്ങളാണ്, എപ്പോഴും ഞെരുക്കവും ബുദ്ധിമുട്ടുകളുമാണ്, എപ്പോഴും കഷ്ടതയാണ്, എപ്പോഴും കണ്ണുനീരാണ്. കാരണം യേശുക്രിസ്തു നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു, അവൻ കരുണയോടെ നിന്നോട് എത്രമാത്രം ക്ഷമിച്ചിരിക്കുന്നു എന്നത് നീ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഈ ദിവസം നിന്നെ കാണുന്നതായ കർത്താവ് നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ വേദന മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ഭാരം മാറ്റിയിട്ട് നിനക്ക് സമാധാനം നൽകുവാൻ, നിനക്ക് സന്തോഷം നൽകുവാൻ, നിന്റെ കുടുംബത്തെ പണിയുവാൻ, നിനക്കൊരു പുതിയ ജീവിതം നൽകേണ്ടതിന് ഈ സഭയെ ഒരുക്കിയിരിക്കുന്നു. ഈ സഭയിലായിരിക്കുന്ന ആരെങ്കിലും നരകത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉത്തരവാദിയല്ല. ഈ കൂട്ടത്തോട് ഇത്ര വ്യക്തമായിട്ട് യേശുക്രിസ്തുവിന്റെ മഹാസ്നേഹത്തെക്കുറിച്ച് വിവരിച്ചിട്ടും നീ യേശുവിൽ വിശ്വസിക്കാതെ ഇരുന്നാൽ, അവന് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ ഇരുന്നാൽ, അവന്റെ കരുത്തിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിച്ചാൽ അതിന് നീ മാത്രമാണ് ഉത്തരവാദി. ഇതാകുന്നു പ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ മുൻപിൽ തന്നെയുണ്ട്. നിന്റെ കണ്ണാൽ അവനെ കാണാൻ കഴിയില്ല. നിന്നെ സ്പർശിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ കഷ്ടതയ്ക്കിന്ന് അവസാനമാണ്, നിന്റെ കണ്ണുനീരിനിന്ന് അവസാനമാണ്, നിന്റെ ബുദ്ധിമുട്ടിനിന്ന് അവസാനമാണ്, നിന്റെ ദുശീലങ്ങൾക്കിന്ന് അവസാനമാണ്. ഇതാ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ആയൊരു അനുഭവം പ്രാപിച്ച് ഇവിടെ നിന്ന് കടന്നു പോകണം. സമയമായി പോയി എന്ന് പറഞ്ഞു പോകരുത്. രക്ഷിക്കപ്പെട്ട് കടന്നു പോകൂ. ദൈവത്തോട് സമാധാനമുള്ളവനായി പോകൂ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുമ്പോൾ മാറ്റം പ്രാപിച്ചവരായിട്ട് പോവുക. യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് അവന്റെ വചനങ്ങളെ കേട്ട് അവന്റെ രാജ്യത്തിനു വേണ്ടി ഒരുങ്ങേണ്ടതിനാ അവന്റെ ആത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് ഇവിടെ നിന്ന് കടന്നു പോകാം. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് അല്പസമയം നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുന്നു. കണ്ണടച്ചുകൊണ്ട് ആ ദൈവത്തോട് പറയുക, ദൈവമേ, എൻ്റെ മേൽ നിനക്കുള്ള സ്നേഹം എത്ര വലുതാണ്. നീ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ മഹിമ വിട്ട് ഇറങ്ങി വരുവാനിടയായി. ആ കാൽവരി ക്രൂശിൽ എത്ര വലിയ കഷ്ടത നീ അനുഭവിച്ചു. ഇത്രയെല്ലാം എനിക്ക് വേണ്ടി ചെയ്തിട്ടും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നശിച്ചു പോവുകയാണ്. ഇന്നെൻ്റെ കണ്ണുകൾ തുറന്നതിനായിട്ട് നന്ദി കരേറ്റുന്നു. ഇന്നെൻ്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. വായി തുറന്ന കർത്താവിനോട് പറയുക, യൗവനക്കാരാ, നിന്റെ യൗവനക്കാലത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ, നിന്റെ ജീവിതം പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ്, കർത്താവിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിറവേറുന്നതിന് വേണ്ടി തിരികെ വരൂ. യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വരിക. സമാധാനത്തിന് വേണ്ടി നീ അന്വേഷിക്കുകയാണോ? സന്തോഷം തിരഞ്ഞ് നടക്കുകയാണോ? സമാധാന പ്രഭുവായ യേശുക്രിസ്തുവിന്റെ അരികിലല്ലാതെ മറ്റെവിടെയും നിനക്കത് ലഭിക്കില്ല. ഞാൻ നൽകുന്ന സമാധാനം, ഞാൻ നൽകുന്ന സന്തോഷം, അത് ലോകം നൽകുന്ന സമാധാനമല്ല എന്ന് പറയുന്ന കർത്താവ് യഥാർത്ഥമായ സന്തോഷത്തെ, നിത്യമായ സന്തോഷത്തെ നിനക്ക് നൽകുവാൻ ആശിക്കുകയാണ്. എനിക്ക് യേശു മാത്രം മതി. അവനുണ്ടെങ്കിൽ എനിക്ക് സകലതുമുണ്ട്. ബുദ്ധിയും ജ്ഞാനവും സർവ സമ്പത്തും അവനിൽ മറഞ്ഞിരിക്കുന്നു എന്ന സത്യം നീ മനസ്സിലാക്കിയാൽ നീ ഭാഗ്യവാനാണ്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ. എന്റെ വചനം തീ പോലെയുള്ളതല്ലേ, പാറയെ തകർക്കുന്ന ചുറ്റികയല്ലേ എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് നിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിന്റെ പാറകളെ തകർക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും മാറ്റിയിട്ട് ശുദ്ധമായ ഹൃദയത്തെ ഞങ്ങൾക്ക് നൽകണമേ. ഊതിക്കഴിച്ച പൊന്നുപോലെ ഞങ്ങളുടെ വിശ്വാസം പരിശോധിക്കപ്പെട്ട് നിത്യമായ ശാശ്വതമായ അനുഗ്രഹത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ.
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ